കോഴിക്കോട് താമരശ്ശേരിയിലെ അറവു മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഫ്രഷ് കട്ടിനെതിരായ സമരവുമായി ബന്ധപ്പെട്ട ആക്രമണ കേസിൽ 74 പേരെ തിരിച്ചറിഞ്ഞതായി പോലീസ്. സമരസമിതി നേതാക്കളെ തേടി രാത്രിയും വീടുകളിൽ പരിശോധന നടന്നു. പ്രതികളിൽ ചിലർ വിദേശത്തേക്ക് കടന്നതായാണ് സൂചന. ആക്രമണത്തിന് ഗൂഢാലോചന നടത്തിയവരെ പിടികൂടുമെന്ന് ഡിഐജി യതീഷ് ചന്ദ്ര വ്യക്തമാക്കി. പ്രതികൾക്കെതിരായി തിരച്ചിൽ ഊർജിതമാക്കുകയാണ് പോലീസ്. 351 പേർക്കെതിരെയാണ് കേസെടുത്തത്. 2 പേരെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തത്. സമരസമിതി ഭാരവാഹിയും ആം ആദ്മി പാർട്ടി പ്രവർത്തകനുമായ ചുണ്ടാക്കുന്ന് ഭാവൻകുട്ടി, കൂടത്തായി സ്വദേശി റഷീദ് എന്നിവരാണ് അറസ്റ്റിലായത്. 1-ാം പ്രതി ഡിവൈഎഫ്ഐ നേതാവ് മെഹറൂഫ് അടക്കം മറ്റു പ്രതികൾ ആരും പിടിയിലായിട്ടില്ല. പലരും ഒളിവിലാണ്. ചിലർ രാജ്യം വിട്ടതായും വിവരമുണ്ട്. സമരസമിതി നേതാക്കളെ തേടി ഇന്നലെ രാത്രിയും പോലീസ് വീടുകളിലെത്തി. ഇതുവരെ 8 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വധശ്രമം, എക്സ്പ്ലോസീവ് സസ്പെൻസ് ആക്ട്, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസുകൾ. താമരശ്ശേരി ഫ്രഷ് കട്ട് സമരസമിതിക്ക് നേതൃത്വം നൽകിയതും കലാപമുണ്ടാക്കിയതും SDPI ആണെന്ന നിലപാടിലാണ് CPM. എന്നാൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് അക്രമമുണ്ടാക്കിയതെന്നായിരുന്നു SDPI പ്രതികരണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് പ്രതികരിച്ച സമരസമിതി ഫാക്ടറിക്കെതിരായ പ്രതിഷേധം കടുപ്പിക്കുമെന്നും വ്യക്തമാക്കി. ചൊവ്വാഴ്ച നടന്ന സംഘർഷത്തിൽ ജില്ലയ്ക്ക് പുറത്തുനിന്നെത്തിയ SDPI അക്രമികൾ നുഴഞ്ഞു കയറുകയും കലാപം അഴിച്ചുവിട്ടെന്നും ഇന്നലെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചിരുന്നു. ഫ്രഷ് കട്ട് സമരത്തിന് രാഷ്ട്രീയ മുഖമില്ലെങ്കിലും നേതൃത്വം കൊടുക്കുന്നത് SDPI ആണെന്നാണ് ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചത്. SDPI നടത്തിയ ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം. സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ 1-ാം പ്രതിയായ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവ് യഥാർത്ഥത്തിൽ സംഘർഷം പരിഹരിക്കാനാണ് ശ്രമിച്ചതെന്നും ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പറയുന്നു. പോലീസാണ് തുടക്കത്തിൽ അക്രമം അഴിച്ചുവിട്ടതെന്നായിരുന്നു സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിലിന്റെ പ്രതികരണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളോടൊപ്പമുണ്ട്. തീയിട്ട് നശിപ്പിച്ചതിനും അക്രമത്തിനും ഉത്തരവാദിത്തം തങ്ങൾക്കല്ല. അതിന് പിന്നിൽ പ്രവർത്തിച്ച സാമൂഹ്യ വിരുദ്ധർ ആരാണെന്ന് കണ്ടെത്തണമെന്നും സമരം ശക്തമായി തുടരുമെന്നും ചെയർമാൻ ബാബു പറഞ്ഞു.